ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക്. ഒരു വശത്ത് അപ്രോച്ച് റോഡിൽ നിർമ്മാണത്തിന്റെ അവസാനഘട്ടമായ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. സെപ്റ്റംബർ 24-നാണ് ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത്. അടിപ്പാതയുടെ പില്ലറുകൾക്കായി എടുത്ത കുഴിയിൽ കളിമണ്ണ് കണ്ടെത്തിയതോടെ മണ്ണിന്റെ ബലക്കുറവ് വില്ലനായി. ഇതോടെ കുഴികൾ മൂടി അടിപ്പാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. പരിശോധനകൾക്ക് ശേഷം ബോക്സ് രൂപത്തിലുള്ള അടിപ്പാതയ്ക്കായി പുതിയ രൂപരേഖ തയ്യാറാക്കിയാണ് 2 മാസത്തിനകം നിർമ്മാണം പുനരാരംഭിച്ചത്. പിന്നീട് ദേശീയപാതയിൽ മുൻപെങ്ങുമില്ലാത്ത ഗതാഗത കുരുക്കിനാണ് ആമ്പല്ലൂർ സാക്ഷ്യം വഹിച്ചത്. സർവീസ് റോഡുകൾ തകർന്ന് ഗതാഗതക്കുരുക്കും യാത്രാ ദുരിതവും നിരന്തരം വാർത്തകളിൽ ഇടം പിടിച്ചു. പ്രതിദിനം 1,00,000 വാഹനയാത്രക്കാരെ പരിഗണിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് വലിയ പ്രഹരമാണ് ദേശീയപാത അതോറിറ്റിക്ക് ലഭിച്ചത്. 1.5 മാസത്തിലേറെ പാലിയക്കരയിൽ ടോൾ പിരിവ് പോലും നിർത്തിവെപ്പിച്ചത് അതോറിറ്റിക്ക് വലിയ തിരിച്ചടിയായി. ഇതിനെ തുടർന്നാണ് സർവീസ് റോഡുകൾ ഭാഗികമായി പൂർത്തീകരിച്ച് ഗതാഗതക്കുരുക്ക് പരിഹരിച്ചതും അടിപ്പാത നിർമ്മാണത്തിന് വേഗത കൈവന്നതും. രൂക്ഷമായ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് സ്വകാര്യ ബസ് ജീവനക്കാർ സമരത്തിലായതോടെ 2025 മെയ് 24-നാണ് അടിപ്പാതയ്ക്കടിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയത്. നിലവിൽ ചാലക്കുടി ഭാഗത്തു നിന്നുള്ള അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചു. തൃശൂരിൽ നിന്നുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൽ മണ്ണ് നിറയ്ക്കലും നിരപ്പാക്കലും മണ്ണ് ബലപ്പെടുത്തുന്ന പ്രവർത്തികളുമാണ് പുരോഗമിക്കുന്നത്. റോഡിന്റെ വശങ്ങളിലെ കോൺക്രീറ്റ് ഭിത്തികളുടെയും ഭിത്തിയിൽ ഉറപ്പിക്കുന്ന സ്ലാബുകളുടെയും നിർമ്മാണം ദ്രുതഗതിയിലാണ്. കടുത്ത ചൂടിലും തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധന വരുത്തിയാണ് നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഇരുവശങ്ങളിലുമായി 1 കിലോമീറ്ററോളം വരുന്ന അപ്രോച്ച് റോഡിന്റെ ടാറിങ്ങും സെന്റർ പാർട്ടീഷൻ, സിഗ്നൽ ബോർഡുകൾ, റിഫ്ലക്ടർ പതിക്കൽ, ലൈൻ വർക്കുകൾ, വശങ്ങളിൽ പെയിന്റിംഗ് എന്നിവ പൂർത്തിയാക്കി 45 ദിവസത്തിനകം റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ പറയുന്നത്. 11 മാസമായിരുന്നു അടിപ്പാത നിർമ്മാണത്തിന്റെ കാലാവധി. ദേശീയപാത അതോറിറ്റിയുടെ മെല്ലെപ്പോക്കും നിർമ്മാണത്തിലെ പ്രതിസന്ധികളും മറികടന്ന് ഇപ്പോൾ 19 മാസം പിന്നിടുമ്പോൾ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷത്തിലാണ് യാത്രക്കാർ. അതേസമയം ആമ്പല്ലൂരിലെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അടുത്ത ഘട്ടത്തിൽ പുതുക്കാട് ജംഗ്ഷനിലെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനിരിക്കെ യാത്ര കൂടുതൽ സുഗമമാകാൻ ഏറെ നാൾ കൂടി യാത്രാ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്നതും യാഥാർത്ഥ്യമാണ്. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം എന്നും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്നുള്ള ഭാഗത്ത് ആ വശത്ത് ടാറിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ സന്തോഷകരമായ ഒരു വസ്തുത. അതേസമയം തൃശ്ശൂരിൽ നിന്നുള്ള ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് നികത്തുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഏതാണ്ട് 45 ദിവസത്തിനകം ഈ അടിപ്പാതയ്ക്ക് മുകളിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് അധികൃതർ പറയുന്നത്. നിരവധി പ്രതിസന്ധികൾ കടന്നാണ് ഈ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം, ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നത് എന്ന സന്തോഷം കൂടിയുണ്ട്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.